ഹരി ഓം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. ഇന്ന് ഭഗവത്ഗീതയിലെ 1-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്കൊന്ന് ചെറിയൊരു ഇൻട്രഡക്ഷൻ എടുക്കാം. അർജുന വിഷാദ യോഗം എന്ന 1-ാമത്തെ അധ്യായം. ഇത് തീരെ പ്രധാനമല്ലാത്ത ഒരു അധ്യായമാണെന്നാണ് പൊതുവെ വിചാരിക്കുന്നത്. 1-ാമത്തെ കാരണം അതിൽ കാര്യമായിട്ട് തത്വചിന്തകളോ ഉപദേശങ്ങളോ ഒന്നും ഇല്ല. 2-ാമത് ശങ്കരാചാര്യരുടെ ഭാഷ്യത്തില് ഈ അധ്യായം ഉൾപ്പെടുന്നുമില്ല. 2-ാം അധ്യായത്തിലെ 11-ാം ശ്ലോകം തൊട്ടാണ് ഭാഷ്യം എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിനു മുമ്പുള്ള ഉപോദ്ഘാത ഭാഷ്യം എന്ന് പറഞ്ഞൊരു ഇൻട്രഡക്ടറി ഭാഷ്യമുണ്ട്. അതിനകത്ത് വളരെ വിശദമായിട്ട് ഭഗവത്ഗീതയുടെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം പറയുന്നുണ്ട്. പക്ഷെ അത് ഭാഷ്യത്തിന്റെ കൂടെ ഈ 1-ാം അധ്യായത്തിന്റെ ഭാഷ്യമായിട്ട് കൂട്ടാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിന് വലിയ പ്രാധാന്യമില്ല എന്ന് വിചാരിക്കുന്നത്. എന്നാൽ ഗീതയുടെ പൂർണ്ണമായ ഒരു താല്പര്യം, അതിന്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടണമെങ്കിൽ 1-ാം അധ്യായം നന്നായി തന്നെ മനസ്സിലാക്കണം. കാരണം ഇവിടെയാണ് ഗീതയുടെ പശ്ചാത്തലം, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വിവരിക്കുന്നത്. അത് തന്നെയല്ല, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഈ 1-ാം അധ്യായത്തിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് ഒന്ന് ചുരുക്കി കാണാം. ഈ അധ്യായത്തെ പ്രധാനമായും 2 ഭാഗങ്ങളായിട്ട് കാണാം. ആദ്യത്തെ ഭാഗത്തിൽ വ്യാസാചാര്യര് പാണ്ഡവപക്ഷവും കൗരവപക്ഷവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. ദുര്യോധനന്റെ മനസ്ഥിതിയും അർജുനന്റെ മനസ്ഥിതിയും കമ്പയർ ചെയ്യുന്നു. 2 പക്ഷത്തെയും സൈന്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അവരുടെ ഡിസിപ്ലിൻ കമ്പയർ ചെയ്യുന്നു. ഇങ്ങനെ 2-3 തരത്തിലുള്ള കമ്പാരിസനാണ് ഇവിടെ കാണുന്നത്. ഇതിൽ തുടങ്ങുന്നത് തന്നെ ദുര്യോധനന്റെ ഈഗോയും ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസും തന്റെ സേനയിലുള്ള വിശ്വാസക്കുറവും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇത് അധ്യായം തുടങ്ങുന്നത്. 2 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ ഇതാണ് കാണുന്നത്. ആദ്യമായിട്ട് ദുര്യോധനൻ ഒരു രാജാവല്ല, ശരിക്ക് ധൃതരാഷ്ട്രമാണ് രാജാവ്. ദുര്യോധനൻ യുവരാജാവാണ്. പക്ഷേ ഒരു സൈന്യത്തില് യുവരാജാവ് എന്നൊരു സ്ഥാനമില്ല. ഒരു സാധാരണ സൈനികൻ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സെക്ഷന്റെ ഹെഡായിട്ട് പറയാം. അങ്ങനെ ഒരു സേനാനായകൻ മാത്രമാണ്. പക്ഷേ സഞ്ജയൻ ഇവിടെ പറയുന്നത് രാജാവചനം അബ്രവീത്, രാജാവ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ദുര്യോധനെ രാജാവായിട്ടാണ് സഞ്ജയൻ പറയുന്നത്. ദുര്യോധനൻ അങ്ങനെ അഭിനയിക്കുകയാണ്. അതായത് എല്ലാം എൻ്റെ കൺട്രോളിലാണ് നടക്കുന്നത്, എല്ലാം ഞാനാണ് നോക്കുന്നത്, ഇതിന്റെ എല്ലാം അധികാരി ഞാനാണെന്നുള്ള ആ ഒരു ഈഗോയാണ് ഇതിൽ കാണിക്കുന്നത്. യുദ്ധത്തിന് അണിനിരന്നു കഴിഞ്ഞാൽ പിന്നെ സൈന്യത്തിലെ അൾട്ടിമേറ്റ് അതോറിറ്റി, ഇവിടെ ഭീഷ്മരാണ് അൾട്ടിമേറ്റ് അതോറിറ്റി. ആ അൾട്ടിമേറ്റ് അതോറിറ്റിയുടെ അനുവാദമില്ലാതെ ആരും അവരവരുടെ സ്ഥാനത്ത് നിന്ന് അനങ്ങരുതെന്നാണ് യുദ്ധ നിയമം, യുദ്ധം തുടങ്ങുന്നത് വരെ. പക്ഷേ ദുര്യോധനൻ അതൊന്നും വകവെക്കാതെ നേരെ ദ്രോണരുടെ അടുത്ത് നിന്ന് സംസാരിച്ചു തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ തന്നെ അത് പ്രധാന സേനാനായകനായ ഭീഷ്മരോടായിരുന്നു പറയേണ്ടിയിരുന്നത്. ആ നിയമങ്ങളും ഇതൊന്നും ദുര്യോധനൻ നോക്കുന്നേയില്ല. പിന്നെ ദുര്യോധനൻ പറയുന്നു, ഇവിടെ വന്നുകൂടിയിരിക്കുന്ന രാജാക്കന്മാരെല്ലാവരും തനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നവരാണെന്ന്. എന്നാൽ അവരിൽ ഭൂരിഭാഗവും, കൂടുതലും 3/4 ഭാഗത്തിൽ കൂടുതലും ആൾക്കാര് ഭീഷ്മരോടോ ദ്രോണരോടോ ഉള്ള, അല്ലെങ്കിൽ ഹസ്തിനപുരത്തിനോടുള്ള ഒരു കടപ്പാട് കൊണ്ടോ, അല്ലെങ്കിൽ ഭീഷ്മരെ പേടിച്ചിട്ടോ ഒക്കെയായിരുന്നു അവിടെ വന്നിരുന്നത്. അല്ലെങ്കിൽ ശല്യരെ പോലെ ചതിച്ചു കൊണ്ടുവന്നതും ആയിരിക്കാം. പിന്നെ വേറൊരു അന്നത്തെ നിയമം അല്ലെങ്കിൽ സാധാരണ നടപ്പനുസരിച്ച് ഒരു രാജാവ് യുദ്ധത്തിന് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് സഹായം ചെയ്യുക എന്നുള്ള ഒരു അൺറിട്ടൺ റൂളായിരുന്നു. അവരൊന്നും ദുര്യോധനോട് കടപ്പാടുള്ളവരോ ദുര്യോധനു വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നവരോ അല്ല. പിന്നെ അടുത്ത ഇത് കാണിക്കുന്നത് ദുര്യോധനൻ ദ്രോണരെ സംബോധന ചെയ്യുന്നത് ദ്വിജോത്തമൻ എന്നാണ്. ദ്വിജോത്തമൻ എന്ന് പറഞ്ഞാല് ശരിക്ക് ക്ഷത്രിയരും ബ്രാഹ്മണരും വൈശ്യരും ദ്വിജന്മാരാണ്. 2-ാം ജന്മം, അതായത്
ഉപനയനം ഉള്ള ആൾക്കാരാണ്. പക്ഷെ എന്നാലും ദ്വിജൻ എന്ന വാക്കിന് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ബ്രാഹ്മണൻ എന്നാണ്. എല്ലാവരുടെയും ഗുരുവും സ്വയം പരശുരാമ ശിഷ്യനും വളരെ നല്ലൊരു യോദ്ധാവും ആയിരുന്നെങ്കിലും ദ്രോണർ ജാതിധർമ്മത്തിൽ ഒരു ബ്രാഹ്മണനായിരുന്നു. ഇതാണ് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നത്. ദുര്യോധനൻ ദ്വിജോത്തമ എന്ന് വിളിച്ചുകൊണ്ട് ഇത് ദ്രോണാചാര്യരെ ഓർമ്മിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, ദ്രോണാചാര്യര് തന്റെ മമകാരം കൊണ്ട് മാത്രമാണ് ഒരു ബ്രാഹ്മണ ധർമ്മത്തിൽ നിന്ന് ക്ഷത്രിയ ധർമ്മത്തിലേക്ക് മാറിയത്. അശ്വത്ഥാമാവിനും തന്റെ പുത്രൻ ആണല്ലോ, അശ്വത്ഥാമാവിനും തനിക്കുമുണ്ടായ അപമാനത്തിന് പകരം വീട്ടുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു ആ ക്ഷത്രിയ ധർമ്മത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. അതുകൊണ്ട് തന്നെ സ്വന്തം ശിഷ്യന്മാരോട്, അതും ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് യുദ്ധം ചെയ്യുമ്പോൾ അതിൽ എന്തുമാത്രം ആത്മാർത്ഥതയുണ്ടാകുമെന്ന് ദുര്യോധന സംശയമുണ്ടായിരുന്നു. അപ്പം അതും ഒരു കാരണമാണ്. ഭീഷ്മരും ദ്രോണരും കൃപരുമായിരുന്നു കൗരവപക്ഷത്തെ പ്രധാന യോദ്ധാക്കൾ. അവരെല്ലാവരും തന്നെ യുദ്ധഭൂമിയിൽ വെച്ച് ധർമ്മപുത്രർക്ക് വിജയം ആശംസിക്കുകയും ചെയ്തു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് യുധിഷ്ഠിരൻ സേനയുടെ നടുക്കൂടെ നടന്നു വന്ന് ഇവരെ മൂന്നുപേരെയും പ്രണമിക്കുകയും ഇവരെല്ലാവരും വിജയീ ഭവ എന്നുള്ള അനുഗ്രഹം കൊടുക്കുകയും ചെയ്തു. എന്നാൽ ദുര്യോധനാകട്ടെ സ്വന്തം മാതാവിൽ നിന്ന് പോലും ഒരിക്കലും വിജയീ ഭവ എന്നുള്ള അനുഗ്രഹം കിട്ടിയിട്ടില്ല. യശസ്വി ഭവ അല്ലെങ്കിൽ ആയുഷ്മാൻ ഭവ എന്നല്ലാതെ വിജയീ ഭവ എന്ന് ആരും അനുഗ്രഹിച്ചിട്ടില്ല. അവസാന ദിവസം ഭീമനുമായിട്ടുള്ള ദ്വന്ദ്വയുദ്ധത്തിന് പോകുമ്പോൾ പോലും ഗാന്ധാരി യശസ്വി ഭവ എന്നാണ് പറഞ്ഞത്, വിജയീ ഭവ. അങ്ങനെയാണ് ദുര്യോധനൻ ഒരിക്കലും ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. പോരെങ്കിൽ ദ്രോണരും കൃപരും രാജ്യത്തോടുള്ള ഒരു കടപ്പാടുകൊണ്ട് മാത്രമാണ് കൗരവപക്ഷത്തിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത്. അവരുടെ സ്നേഹവും കൂറും മുഴുവൻ പാണ്ഡവരോടാണ്. ഭീഷ്മരാണെങ്കിൽ പ്രധാന സേനാപതി എന്ന പൊസിഷൻ എടുക്കുമ്പോൾ രണ്ട് കണ്ടീഷൻ വെച്ചിരുന്നു. ഒന്നാമത്തേത്, താൻ പാണ്ഡവരിൽ ആരെയും കൊല്ലുകയില്ല. രണ്ടാമത്തേത്, ശിഖണ്ഡി മുൻപിൽ വന്ന് നിന്നു കഴിഞ്ഞാൽ ഞാൻ യുദ്ധം ചെയ്യില്ല, ഞാൻ ആയുധം താഴെ വെക്കും. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഭീഷ്മർക്ക് എന്തുമാത്രം ഈ യുദ്ധത്തിൽ നമ്മളെ ജയിപ്പിക്കാൻ പറ്റും എന്ന് ദുര്യോധനന് വളരെ സംശയമുണ്ടായിരുന്നു. ഇനി ഭീഷ്മരും ദ്രോണരും കഴിഞ്ഞാൽ പിന്നെ അർജുനനോട് ഏറ്റു നിൽക്കാൻ കഴിവുള്ള ഏക വ്യക്തി കർണനാണ്. അതിനായിട്ട് തന്നെയാണ് ദുര്യോധനൻ കർണനെ അംഗരാജാവാക്കിയതും ഇത്രയും നാളും തന്റെ കൂടെ വളരെ അടുത്ത സുഹൃത്തായിട്ട് കൊണ്ടു നടന്നിരുന്നു. എന്നാൽ യുദ്ധത്തിന്റെ തലേ ദിവസം ഭീഷ്മരും കർണനും തമ്മിലുണ്ടായ ഭയങ്കര ഒരു വാദപ്രതിവാദവും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുകയൊക്കെ ചെയ്തതിന്റെ പേരിൽ ഭീഷ്മരോടുള്ള എതിർപ്പും കാരണം ഭീഷ്മർ യുദ്ധഭൂമിയിൽ ഉള്ളിടത്തോളം കാലം താൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് കർണൻ പ്രതിജ്ഞ എടുത്തിരുന്നു. ഭീഷ്മരാണെങ്കിൽ പാണ്ഡവരെ കൊല്ലുകയുമില്ല, എന്നാൽ ഭീഷ്മരുണ്ടെങ്കിൽ അതിന് കഴിവുള്ള കർണൻ യുദ്ധം ചെയ്യാനും പറ്റില്ല. അപ്പോൾ ആകെപ്പാടെ ദുര്യോധനന്റെ മനസ്സിൽ തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പാണ്ഡവരുടെയും തന്റെയും പക്ഷത്തുള്ള പ്രധാന പോരാളികളെല്ലാം ദ്രോണർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു പ്രോത്സാഹനം അദ്ദേഹത്തിന്റെ പക്ഷത്തു നിന്നും പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഇതുകൊണ്ട് തന്നെയാണ് 10ാമത്തെ ശ്ലോകത്തിൽ, അതായത് ഭീഷ്മരാൽ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യം പര്യാപ്തമല്ലെന്നും ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന അവരുടെ സൈന്യം, പാണ്ഡവരുടെ സൈന്യം പര്യാപ്തമാണെന്നും ദുര്യോധനൻ പറയാൻ കാരണം ഇതാണ്. ഭീമന്റെ മനസ്സിലാണെങ്കിൽ ദുര്യോധനാദികളോടുള്ള പകയല്ലാതെ മറ്റു യാതൊരു ചിന്തയുമില്ല. എങ്ങനെയായാലും അവരെ തോൽപ്പിക്കണം, അവരെ കൊല്ലണം എന്നുള്ള ഉറച്ച നിശ്ചയമാണ് ഭീമന്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് അവരുടെ സൈന്യം ചെറുതാണെങ്കിലും അവർക്കതിൽ ജയിക്കാനുള്ള ഒരു എൻകറേജ്മെന്റ് ഉണ്ട്. പിന്നെ അടുത്ത ശ്ലോകത്തില് എല്ലാവരും ഭീഷ്മരെ സംരക്ഷിക്കണമെന്നും പറയുന്നുണ്ട്. എല്ലാവരും അവരവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഭീഷ്മരെ രക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. ഭീഷ്മർക്ക് സ്വയം രക്ഷിക്കാൻ കഴിയാഞ്ഞിട്ടല്ല അങ്ങനെ പറയുന്നത്. പറയുന്നതിന്റെ ഉദ്ദേശം ശിഖണ്ഡി ഭീഷ്മരുടെ മുമ്പിൽ വരാതെ നോക്കണം എന്നാണ് പറയുന്നത്. ശിഖണ്ഡി ആണെങ്കിൽ അർജുനന്റെ പ്രൊട്ടക്ഷനിലാണ്. അർജുനൻ ശിഖണ്ഡിയെ കൊണ്ട് ഭീഷ്മരുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഭീഷ്മരെ ആയുധം വെക്കുമെന്നും ഭീഷ്മരെ തോൽപ്പിക്കാൻ പറ്റുമെന്നും ദുര്യോധനൻ അറിയാം. അതുകൊണ്ടാണ്
ശിഖണ്ഡിയിൽ നിന്ന് ഭീഷ്മരെ രക്ഷിക്കണം, ശിഖണ്ഡി മുമ്പിൽ വരാതെ നോക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി അടുത്ത ഭാഗം രണ്ട് സൈന്യത്തിന്റെയും അച്ചടക്കമാണ് കാണിക്കുന്നത്. കൗരവ ഭാഗത്ത് 11 അക്ഷൗഹിണിയും പാണ്ഡവ പക്ഷത്ത് 7 അക്ഷൗഹിണിയുമാണ് ഉണ്ടായിരുന്നത്. ഈ 11, 7 എന്നൊക്കെ പറയുന്നത് സിംബോളിക് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷനാണ്. 11 എന്ന് പറയുന്നത് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ആണ്. ഇവിടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും യാതൊരു കോർഡിനേഷനും ഇല്ലാതെ അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുകയാണ് ചെയ്യുന്നത്. പാണ്ഡവരുടെ 7 അക്ഷൗഹിണിയാണെങ്കിലോ ബുദ്ധിയുടെ രൂപത്തിൽ കൃഷ്ണൻ ഉള്ളതുകൊണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും വളരെ സിങ്ക്രണൈസ്ഡ് ആയി ഒരുമയോടുകൂടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ 5ഉം മനസ്സും ബുദ്ധിയും കൂടെ 7 അക്ഷൗഹിണിയാണ്. അതാണ് 11ഉം 7ഉം കാണിക്കുന്നത്. ഇത് കഠോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന രഥകൽപ്പനയുടെ ഒരു റെപ്രസെന്റേഷനായിട്ട് എടുക്കാം. ഇത് തന്നെയാണ് കൗരവരുടെയും പാണ്ഡവരുടെയും സംഘവിളിയും അവരുടെ മറ്റു വാദിഘോഷങ്ങളും ഇതൊക്കെ കാണിച്ചിരിക്കുന്നത്. കൗരവപക്ഷത്ത് അൾട്ടിമേറ്റ് അതോറിറ്റി ആയിട്ടുള്ള ഭീഷ്മർ സംഘം വിളിച്ചു കഴിഞ്ഞാലും ബാക്കി എല്ലാവരും അവരുടെ സംഘവും അവരുടെ വാദിഘോഷങ്ങളും ഒക്കെ ഒരേ സമയത്ത് മുഴക്കി ആകെ കോലാഹലമായി. ഇവിടെ പാണ്ഡവ സൈന്യത്തിലാണെങ്കിൽ കൃഷ്ണനാണ് തുടങ്ങുന്നത്. അതിനുശേഷം അർജുനൻ, ഭീമൻ, അങ്ങനെ ക്രമത്തിൽ ഓരോരുത്തരായിട്ടാണ് അവരുടെ സംഘം വിളിക്കുന്നത്. ഇവിടെ കൗരവരുടെ പ്രധാന സേനാപതി ഭീഷ്മരാണ്. അതുകൊണ്ട് ഭീഷ്മർ ആദ്യം സംഘം വിളിച്ചു. എന്നാൽ പാണ്ഡവരുടെ പ്രധാന സേനാപതി ദൃഷ്ടദ്യുമ്നനാണ്. എന്തുകൊണ്ടാണ് കൃഷ്ണൻ ആദ്യം വിളിച്ചതെന്നൊരു സംശയം ഉണ്ടാകാം. മഹാഭാരതത്തിൽ യുദ്ധം തുടങ്ങുന്നത് ഭീഷ്മ പർവത്തിലാണ്. അതിനു മുമ്പുള്ള ഉദ്യോഗ പർവത്തിൽ ഈ യുദ്ധത്തിനുള്ള സന്നാഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് യുധിഷ്ഠിരൻ ദൃഷ്ടദ്യുമ്നനെ പ്രധാന സേനാ നായകനാക്കി. എന്നിട്ട് ഭീമനെ സൈന്യത്തിന്റെ മുഴുവൻ ചുമതലയും ഏൽപ്പിച്ചു. അതായത് സൈന്യത്തിനെ രക്ഷിക്കാനായിട്ട്, ബാക്കപ്പ് ആയിട്ട്, ഡിഫെൻസീവ് ഇതിനു വേണ്ടിയിട്ട് ഭീമനെ ഏൽപ്പിച്ചു. ഭീമനാണ് ഡിഫൻസ്. നമ്മുടെ ഫുട്ബോളിലെ ബാക്ക് ഉണ്ടല്ലോ, ആ ബാക്കായിട്ടുള്ള പൊസിഷനാണ് ഭീമന്. അർജുനനെ ഫോർവേഡാണ്. അർജുനനാണ് അറ്റാക്ക് ചെയ്യുന്നതിലെ മുഖ്യ സേനാനിയായിട്ട് അർജുനനെയാണ് നിയമിച്ചത്. എന്നിട്ട് കൃഷ്ണനെ അൾട്ടിമേറ്റ് അതോറിറ്റി, ഇത് എല്ലാത്തിൻ്റെയും ഫൈനൽ ഡിസിഷൻ എടുക്കാനുള്ള അതോറിറ്റി ആയിട്ട് കൃഷ്ണനെയാണ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ടാണ് കൃഷ്ണൻ ആദ്യം, അടുത്തത് അർജുനൻ, പിന്നെ ഭീമൻ, ഈ ക്രമത്തിൽ സംഘം വിളിച്ചത്. അതാണ് അവിടെ ആ ഒരു ഡിസിപ്ലിനാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ ഇതുകൂടാതെ അർജുനന്റെ രഥത്തിനെ വെളുത്ത കുതിരകളെ പൂട്ടിയ രഥം എന്ന് വ്യാസാചാര്യർ എടുത്തു പറയുന്നുണ്ട്. വെളുത്ത നിറം സത്വഗുണത്തെയാണ് കാണിക്കുന്നത്. സത്വഗുണം ഒരു ശാന്ത സ്വഭാവവും ജ്ഞാനവും അറിവിനെയും ഒക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ പാണ്ഡവരുടെ ദൈവീ സമ്പത്തിനെ കൗരവരുടെ ആസുരീ സമ്പത്തിൽ നിന്ന് വേർതിരിച്ച് കാണിക്കാനായിട്ടാണ് വെളുപ്പ് നിറം എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇനി ആദ്യ അധ്യായത്തിലെ അടുത്ത ഭാഗം അർജുനന്റെ വിഷാദവും അതിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളുമാണ്. 20-21 ശ്ലോകങ്ങളിലാണ് നമ്മൾ ഈ ആദ്യത്തെ പോർഷനിൽ നിന്ന് രണ്ടാമത്തെ പോർഷനിലേക്കുള്ള ട്രാൻസിഷൻ വരുന്നത്. 21ാമത്തെ ശ്ലോകത്തിലാണ്. സേനയോർ ഭയോർ മധ്യേ രഥം സ്ഥാപയമേച്ചുത എന്ന അർജുനൻ പറയുന്ന ഭാഗം തൊട്ടാണ് ഈ കോണ്ടസ്റ്റ് മാറുന്നത്. ഇവിടെ അർജുനനെ കപിധ്വജൻ എന്നാണ് വ്യാസാചാര്യർ വിളിച്ചിരിക്കുന്നത്. അർജുനന്റെ കൊടിയടയാളം ഹനുമാനാണ്. ഹനുമാനാണ് അർജുനന്റെ കൊടിയടയാളമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ വ്യാസാചാര്യര് കപി എന്നാണ്, കപിധ്വജൻ എന്നാണ് പറഞ്ഞത്. ഹനുമാനെ വിവരിക്കാൻ കപി എന്നുള്ള ഒരു വാക്കിനേക്കാൾ കൂടുതൽ നല്ല വാക്ക് കിട്ടാഞ്ഞിട്ടല്ല. ഇവിടെ കുരങ്ങ് അല്ലെങ്കിൽ അർജുനന്റെ മനസ്ഥിതിയെ, മനസ്സിന്റെ അവസ്ഥയെ ആണ് വ്യാസാചാര്യര് വരച്ചു കാണിക്കുന്നത്. ഇളകുന്ന മനസ്സിനെ, ചഞ്ചലാത്മിക മനമാണ് കുരങ്ങന്റെ സ്വഭാവം. ഈ ഇളകുന്ന മനസ്സിനെയാണ് കുരങ്ങ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെ ദുര്യോധനൻ വിഷമിക്കുകയും സ്വന്തം സൈന്യത്തെ തന്നെ സംശയിക്കുകയൊക്കെ ചെയ്യുന്നിടത്ത് അർജുനനാകട്ടെ
വികാരഭരിതനും ഇമോഷണലും കമ്പോഷനും ആണ് അർജുനനുണ്ടാകുന്നത്. അനുകമ്പയും വികാരവുമാണ് ഉണ്ടാകുന്നത്. ഇത് അനുകമ്പയല്ല, അറ്റാച്ച്മെന്റ് ആയിരുന്നു എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും. ദുര്യോധനെ വിഷമിപ്പിച്ചത് വിജയം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള സ്വാർത്ഥ ചിന്തയാണ്. തനിക്ക് ജയിക്കാൻ പറ്റുമോ, ജയിക്കാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളതായിരുന്നു ദുര്യോധനന്റെ വിഷമം. എന്നാൽ അർജുനനെ കൺഫ്യൂസ് ചെയ്യിച്ചത് ഈ ഞാൻ ചെയ്യാൻ പോകുന്ന ധർമ്മമാണോ അധർമ്മമാണോ എന്ന ചിന്തയായിരുന്നു. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള മെന്റാലിറ്റിയുടെ ഡിഫറൻസ്. ഇനി ഭഗവത്ഗീതയുടെ വിഷയം ഇന്നർ റെസിസ്റ്റൻസ് വളർത്തിയെടുക്കുക എന്നതാണ്. ബാഹ്യലോകത്തിനെ മാറ്റിയെടുക്കുക എന്നതല്ല, നമ്മളെ സ്വന്തം ഡിഫൻസിന് തയ്യാറാക്കുക എന്നുള്ളതാണ്. സ്വയം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചും ഒരാളുടെ ഇന്നർ റെസിസ്റ്റൻസ് കൂട്ടുന്നതിനെ കുറിച്ചും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന മാനസിക അസ്വസ്ഥതയിൽ നിന്നുള്ള മോചനവുമാണ് ഗീത പറയുന്നത്. തന്റെ ദൗർബല്യത്തെക്കുറിച്ചുള്ള അർജുനന്റെ തിരിച്ചറിവും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഈ രണ്ടാമത്തെ ഭാഗത്തിലേത്. അതിൽ ആദ്യത്തെ അർജുനന്റെ ദൗർബല്യം കാണിക്കുന്നത് ആസക്തിയാണ്, അല്ലെങ്കിൽ രാഗം, അറ്റാച്ച്മെന്റ് ആണ്. ബാഹ്യ വസ്തുക്കളോടുള്ള മാനസികമായ അമിതമായ ആശ്രിതത്വമാണ്. ദ്രോണരും ഭീഷ്മരും അവരൊക്കെ ഉണ്ടെങ്കിലേ എനിക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ, അവരൊക്കെയാണ് എന്റെ സന്തോഷത്തിന്റെ കാരണം, അവരൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാകും എന്നൊക്കെയുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് ആണ് ആദ്യത്തെ ദൗർബല്യം. എപ്പോഴെങ്കിലും നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഒരു ബാഹ്യ വസ്തുവിനെ ആശ്രയിക്കുകയാണെങ്കിൽ എപ്പോഴും അവിടെ ദുഃഖമുണ്ടാകും. കാരണം നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിൽ നിന്നില്ലാതെയാവും. എന്നാൽ ഈ ബാഹ്യ വസ്തുക്കളാണെങ്കിൽ ഒരിക്കലും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയുമില്ല, ഒന്നിനും നമുക്കൊരു കൺട്രോളുമില്ല. ഇതിന്റെ അടുത്ത പടിയാണ് ദുഃഖം അല്ലെങ്കിൽ ശോകം. ആസക്തിയുടെ പ്രത്യാഘാതമാണ് ശോകം അഥവാ ദുഃഖം. 28 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങളിൽ ഈ ശോകമാണ് കാണിക്കുന്നത്. ശോകവും വിഷാദവും ഒന്ന് തന്നെയാണ്, കഠിനമായ ദുഃഖം. അതിന്റെ അടുത്ത സ്റ്റെപ്പാണ്, അടുത്ത പടിയാണ് മോഹം. മോഹം അല്ലെങ്കിൽ കൺഫ്യൂഷൻ. രാഗത്തിന്റെയും ശോകത്തിന്റെയും റിസൾട്ടാണ് കൺഫ്യൂഷൻ അഥവാ മോഹം എന്ന് പറയുന്നത്. എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് തീരുമാനിക്കാൻ കഴിയാത്ത ഒരവസ്ഥ, അവിവേകം എന്ന് പറയാം. പെട്ടെന്ന് താൻ എവിടെയോ തൂങ്ങി നിൽക്കുകയാണ്, അവിടെയും ഇവിടെയും ഇല്ലാത്ത ഒരു കണ്ടീഷനിലായിപ്പോയി, എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷൻ പറ്റുകയാണ്. ഇതിനെയാണ് ചിത്തഭ്രമം എന്ന് പറയുന്നത്. ഇത്രയും ആണ് 1-ാം അധ്യായത്തിൽ വ്യാസാചാര്യർ നമ്മളെ വരച്ചു കാണിക്കുന്നത്. എന്നാൽ ഈ വിഷാദം ഉണ്ടായതുകൊണ്ട് മാത്രം ഉപദേശം ലഭിക്കില്ല, കൃഷ്ണൻ ഉപദേശിക്കാൻ തുടങ്ങുന്നില്ല. ഇത് നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. ഇതാണ് 1-ാം അധ്യായത്തിന്റെ ഒരു രത്ന ചുരുക്കം. ഒരു ചെറിയൊരു കോണ്ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.